ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ബോമ ഫ്രഷ്. കുട്ടികളെ കൊണ്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിപ്പിക്കുക എന്നുള്ളത് ഒട്ടുമിക്ക അമ്മമാരുടെയും ഒരു ഭഗീരഥ പ്രയത്നം തന്നെയാണ്. എന്നാൽ ഇതെല്ലാം ഒത്തുചേർന്നൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് അവർക്ക് മുന്നിൽ എത്തുന്നതെങ്കിലോ അവർ പോലും അറിയാതെ അതെല്ലാം കഴിച്ചു തീർത്ത് പാത്രം കാലിയാക്കി തരികയും ചെയ്യും. ലഞ്ച് ബോക്സ് സീരീസിലെ രണ്ടാമത്തെ ഡിഷായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 9 ഐറ്റംസ് ചേർന്നിട്ടുള്ളൊരു കിടിലൻ ടേസ്റ്റോട് കൂടിയ നവരത്ന പുലാവാണ്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. 4 പേർക്ക് കഴിക്കാനുള്ള മെഷർമെൻറ്റിലാണ് ഈ പുലാവ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. ഇതിനായി 1.5 കപ്പ് ലോങ് ഗ്രെയിൻ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. കൈമ റൈസിലാണെങ്കിലും ഇത് ചെയ്യാവുന്നതാണ്. അരി വെള്ളം ക്ലിയർ ആകും വരെ നന്നായി കഴുകി അരമണിക്കൂർ കുതിരാനായി മാറ്റിവെക്കുക. അടുത്തത് ഇതിനാവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് ആണ്. 1 ക്യാരറ്റിൻ്റെ പകുതിയും 4 ബീൻസ് ചോപ്പ് ചെയ്തും എടുക്കുക. കൂടെ 1/4 കപ്പ് വീതം ഫ്രോസൺ സ്വീറ്റ് കോണും ഫ്രോസൺ ഗ്രീൻ പീസും കൂടെ ഞാൻ എടുക്കുന്നുണ്ട്. എല്ലാ വെജിറ്റബിൾസും കൂടെ നോക്കുകയാണെങ്കിൽ ടോട്ടൽ 1 കപ്പാണ് ഉള്ളത്. ക്യാരറ്റിനും ബീൻസിനും പകരം വേണമെങ്കിൽ കോളിഫ്ലവറോ പൊട്ടറ്റോയോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്തതായി വേണ്ടത് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സുമാണ്. ഇതും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കിസ്മിസും 3 ടേബിൾ സ്പൂൺ കാഷ്നട്ട്സും 2 ടേബിൾ സ്പൂൺ ആൽമണ്ട്സും പിന്നെ കുരു കളഞ്ഞ 2 ഡേറ്റ്സ് ചോപ്പ് ചെയ്തുമാണ് എടുത്തിട്ടുള്ളത്. അടുത്തത് ഈ പുലാവിലേക്ക് വേണ്ടുന്ന ഹോൾ സ്പൈസസ് ആണ്. 1/2 ടീസ്പൂൺ സാജീരകം, 2 ചെറിയ പീസ് പട്ട, 3 ഏലക്ക, 3 ഗ്രാമ്പു, 1 ചെറിയ തക്കോലം എന്നിവയാണ്. അടുത്തത് 1 ടീസ്പൂൺ ചാറ്റ് മസാല പൗഡറാണ്. ഇതാണ് ഈ ഒരു പുലാവിന് നല്ലൊരു രുചിയും മണവും തരുന്നത്. അതുകൊണ്ട് തന്നെ കഴിവതും ആരും ഇത് സ്കിപ്പ് ചെയ്യാതെ നോക്കുക. ഇനി വേണ്ടത് 1/2 കപ്പോളം പോമിഗ്രാനൈറ്റ്സും 2 ടേബിൾ സ്പൂൺ നെയ്യുമാണ്. ആദ്യം വെജിറ്റബിൾസ് എല്ലാം ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. വെജിറ്റബിൾസ് ഒട്ടും തന്നെ ഓവർ കുക്ക് ആകാതെയും അതിൻ്റെ ക്രഞ്ചിനെസ് റീറ്റെയിൻ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു പാനിൽ വെള്ളം തിളച്ച് തുടങ്ങുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെജിറ്റബിൾസും കൂടെ ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് മൂടി വയ്ക്കുക. 10 മിനിറ്റിന് ശേഷം വെജിറ്റബിൾസ് എല്ലാം തന്നെ നമുക്കിതിൽ നിന്നും ഊറ്റിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് റൈസ് വേവിച്ചെടുക്കാം. അതിനായി കുറച്ചധികം തന്നെ വെള്ളം അടുപ്പിൽ തിളപ്പിക്കാനായി വെക്കുക. ഇനി ഇതിലേക്ക് ഉപ്പും 1 നാരങ്ങയുടെ നീരും ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഒരു പൊടിക്ക് മുന്നിട്ട് വേണം നിൽക്കേണ്ടത്. വെള്ളം ഊറ്റിക്കളഞ്ഞ ശേഷം കുതിർത്ത ബസ്മതി റൈസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ റൈസ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ചോറ് വെന്ത് പൊട്ടിപ്പോകരുത്. കറക്റ്റ് പാകമാകുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് പച്ചവെള്ളം ഇതിലേക്ക് ഒഴിച്ച് ഊറ്റിയെടുക്കുക. സ്റ്റാർച്ച് കാരണമുള്ള ഒട്ടൽ ഒഴിവാക്കാനും റൈസ് വേറിട്ട് കിടക്കുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെ പച്ചവെള്ളം ഒഴിച്ച് ഊറ്റിയെടുക്കുന്നത്. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴികെയുള്ള ഏത് റിഫൈൻഡ് ഓയിലും ഇതിൽ ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് കാഷ്നട്ട്സ്, ആൽമണ്ട്സ്, കിസ്മിസ് എന്നിവ വറുത്ത് കോരി മാറ്റുക. ബാക്കിയുള്ള നെയ്യിലേക്ക് ഹോൾ സ്പൈസസ് ആയിട്ടുള്ള പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം, സാജീരകം എന്നിവ ചേർത്ത ശേഷം ബോയിൽ ചെയ്തെടുത്തിട്ടുള്ള വെജിറ്റബിൾസും കൂടെ ചേർക്കുക. നന്നായി വഴറ്റിയ ശേഷം ഇതിലേക്ക് ഡേറ്റ്സും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ വേവിച്ച് വെച്ചിട്ടുള്ള റൈസും ചാട്ട് മസാലയും ഫ്രൈ ചെയ്ത നട്ട്സും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പോമിഗ്രാനൈറ്റ്സും നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഒരു ചെറിയ പിടി മല്ലിയില അരിഞ്ഞതുകൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയും ഗുണങ്ങൾ ഒത്തുചേർന്ന നല്ല കളർഫുള്ളും ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള നവരത്ന പുലാവ് ഇവിടെ റെഡിയാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാനായി പറ്റിയിട്ടുള്ള ഒരു ക്യുക്കമ്പർ റൈത്ത കൂടെ ഒന്ന് നോക്കാം. 1/2 കപ്പ് കട്ടിത്തൈരിലേക്ക് 1 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും പാകത്തിനുള്ള ഉപ്പും 1 ക്യുക്കമ്പറിൻ്റെ പകുതി ചെറുതായി നുറുക്കിയതും കുറച്ച് പോമിഗ്രാനൈറ്റ്സും അല്പം കൊറിയാൻഡർ ലീവ്സും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. റൈത്ത റെഡിയാണ്. ഈ നവരത്ന പുലാവിന് വേറെ കറികളൊന്നും തന്നെ വേണമെന്നില്ല. ഒരു റൈത്ത തന്നെ ധാരാളം. മൾട്ടി കളേർഡും വെറൈറ്റി ടേസ്റ്റുമായിട്ടുള്ള ഈ ഒരു പുലാവ് കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.